ഒട്ടും പ്രതീക്ഷിക്കാതെയാണെങ്കിലും 3 പേരും ബ്ലാക്ക് ഒക്കെ ഇട്ട് കണ്ണാടിയും കൊണ്ട് സൺഡേ രാവിലെ ബീഫും പൊറോട്ടയും കഴിച്ച് നേരെ വിട്ടത് നമ്മുടെ സ്വന്തം ഫിഷ് മാർക്കറ്റിലേക്കാണ്. മീന ഫിഷ് മാർക്കറ്റാണ് ഈ കാണുന്നത്. ഒന്നും മേടിക്കാനൊന്നുമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് തരമ്പാൻ വേണ്ടി കുറച്ച് ഫോട്ടോ എടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന ഏരിയയാണ് ഈ കാണുന്നത്. നമ്മൾ ഫിഷൊക്കെ മേടിച്ചിട്ട് മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവിടെയാണ് കൊടുക്കുന്നത് കേട്ടോ. അതിന് പ്രത്യേകം റേറ്റ്. തൊട്ടടുത്തിട്ടാണ് ഈ കൗണ്ടേഴ്സ് കാണുന്നത് കേട്ടോ. നല്ല അച്ചാറുകളാണെങ്കിലും കട്ടത്തൈരുകളാണെങ്കിലും ഉണക്കമീൻ ഐറ്റംസുകളൊക്കെ താണ്ടി ഈ ഒരു ഏരിയ കാണും കേട്ടോ. സൺഡേ രാവിലെ തന്നെ ആയതുകൊണ്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടും ഓരോരോ കൗണ്ടേഴ്സ് ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതിൽ 75% മലയാളീസാണ് കൂടുതലും, പിന്നെ ഈജിപ്ഷ്യൻസിനും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വേണ്ട ഫിഷ് എന്തായാലും മേടിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ വിടും. അപ്പോൾ ഇതിനകത്തൊക്കെ നിങ്ങളുടെ ഏതെങ്കിലും കൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ രണ്ടും ജസ്റ്റ് ബാക്കിൽ നിന്നുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ലുലുവിൽ നിന്ന് മീൻ മേടിച്ചത് കൊണ്ടിട്ട് പിന്നെ അനന്തമാണ് മീൻ മേടിക്കാൻ പോയത് കേട്ടോ. ഇവിടുത്തെ ഓരോ ക്രാബ് ആണെന്നുണ്ടെങ്കിലും പ്രോൺ ആണെന്നുണ്ടെങ്കിലും എല്ലാം വലുത് തൊട്ട് ചെറുത് വരെ ഓരോ ഐറ്റംസും നമുക്കുണ്ട്. ഹോൾസെയിൽ മാത്രമല്ല നമുക്ക് റീറ്റെയിലും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ ഷോപ്പിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ മീൻ മേടിച്ചത് ഈ 6-ാം നമ്പർ കൗണ്ടർ കരിമീൻ നിന്നാണ് കേട്ടോ. അവിടുന്ന് മീനൊക്കെ മേടിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാൻ കൊടുത്ത് തൊട്ടിപ്പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഇതേ കണ്ടത്. നമുക്കുള്ള ഫ്രഷ് ഐറ്റംസിൽ മീൻ മേടിച്ച് കൊടുത്ത് ഇവിടെ അത് ഗ്രില്ലാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറേ ഫോട്ടോസുകളും സ്ലോമോയും ഒക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫോട്ടോസൊക്കെ ഞാൻ താഴെ കൊടുക്കാമേ. അതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എന്തായാലും നല്ല ചൂടാണ്. തൊട്ടടുത്തകത്ത് തന്നെ നമുക്ക് ചെറിയൊരു കഫേ ടൈപ്പ് ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ എന്തായാലും പറയുന്നത് നമ്മൾ നന്നാരി സർബത്താണ് പറഞ്ഞത്. അങ്ങനെ നന്നാരി സർബത്തോട് നിന്നപ്പോഴാണ് തൊട്ടടുത്തുള്ള ഇതെല്ലാം നമ്മൾ മേടിച്ച് നമുക്ക് നന്നാരി സർബത്ത് വരുന്നു. അപ്പോൾ അന്നത്തെ ക്യാഷ്യർ നമ്മുടെ സ്വന്തം നിതിനായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നല്ല നന്നാരി സർബത്ത് 100 കുടിച്ചതിന് ശേഷം അവിടെ ഇരുന്നത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പിരിഞ്ഞു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.